അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇബ്നു, എന്തോ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ബൈത്തുൽ അത്തീഖ്, അതായത് അതിപുരാതന മന്ദിരം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് മന്ദിരമാണ്? കഅബ. കഅബ എവിടെയാണ്? മക്കയിലെ. വെരി ഗുഡ്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പകർത്തി എഴുതിയ പരിശുദ്ധ ഖുർആനിൻ്റെ പകർപ്പുകളിൽ എത്ര എണ്ണം ഇപ്പോൾ അവശേഷിക്കുന്നുണ്ട്? 2 അത് ഏതൊക്കെ സ്ഥലങ്ങളിലാണുള്ളത്? താഷ്കണ്ടിലും ഇസ്താംബൂളിലും. വെരി ഗുഡ്. ഇബ്നു, എന്തോ അടുത്ത ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. തൻ്റെ ഭർത്താവിൽ നിന്നും അക്രമികളായ ജനതയിൽ നിന്നും തന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച മഹദിയുടെ പേരെന്താണ്? ആസിയ റളിയല്ലാഹു അൻഹു. മിടുക്കൻ മോനെ. എന്തോ അടുത്ത ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. അഹ്സനുൽ ഖസസ്, അതായത് മനോഹരമായ കഥ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് നബിയുടെ കഥയാണ്? ഇവിടെ പറഞ്ഞേ. യൂസുഫ് നബിയുടെ കഥ. മിടുക്കൻ. പിന്നെ അവരോട് 5-ാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. യാ അയ്യുഹൻ നബിയു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിശുദ്ധ ഖുർആനിൽ എത്ര തവണ അഭിസംബോധന ചെയ്തിട്ടുണ്ട്? 13 പ്രാവശ്യം. മിടുക്കൻ. നമുക്കേ 6-ാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? പോകണം. പരിശുദ്ധ ഖുർആനിൻ്റെ 1-ാമത്തെ പകർപ്പ് സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മഹിളാ രത്നത്തിന്റെ പേര് പറയൂ. ഹഫ്സ റളിയല്ലാഹു അൻഹു. ഹഫ്സ റളിയല്ലാഹു അൻഹു. മിടുക്കൻ. 7-ാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഭൂമിയിലെ കഅബയ്ക്ക് തുല്യമായ വാനലോകത്തെ മന്ദിരത്തിന്റെ പേരെന്താണ്? ബൈത്തുൽ മഅമൂർ. മിടുക്കൻ. ബൈത്തുൽ മഅമൂർ. കറക്റ്റ്. നമുക്കേ എന്തോ 8-ാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. പോകണം. ഇസ്രാഇനും മിഅ്റാജിനും വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവന്ന വാഹനത്തിന്റെ പേരെന്താണ്? ബുറാഖ്. മിടുക്കൻ. അടുത്ത ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഇസ്രാഉം മിഅ്റാജും നടന്നത് ഏത് സമയത്താണ്? ഹിജ്റയ്ക്ക് മുമ്പ് 1 വർഷം മുമ്പ്. മിടുക്കൻ. മോനെ, എന്തോ 10-ാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന സലാം അറിയിക്കപ്പെട്ട നബി പത്നി ആരാണ്? ഖദീജ റളിയല്ലാഹു അൻഹ. ഖദീജ റളിയല്ലാഹു അൻഹ. മിടുക്കൻ.